dear students. Good morning. How are you? Are you fine? Okay. So, നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? A bird came down. അല്ലേ, ഒരു പക്ഷി പറന്നിറങ്ങി. അപ്പൊ ആ ഒരു കുഞ്ഞു പോയായിരുന്നില്ലേ, ആ പോയ റൈറ്റ് ചെയ്തത് ആരായിരുന്നു? എമിലി ഡിക്കൻസ്. അപ്പൊ എമിലി ഡിക്കൻസിന്റെ വളരെ സിമ്പിളും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു പോയാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. A bird came down. അല്ലേ, ഒരു പക്ഷി പറന്നിറങ്ങി ഒരു സ്ഥലത്ത് പറന്നിറങ്ങി വരുന്നു, അതിന്റെ ഇരയെ കിട്ടി, അതത് ഭക്ഷിക്കുന്നു, രണ്ടായിട്ട് മുറിച്ചതിനെ കഴിക്കുന്നു. അല്ലേ, പക്ഷിയോടെ ഭക്ഷിച്ചു. അപ്പൊ തന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ പക്ഷിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇല്ലേ, ഒരു ബ്രെഡ് കഷ്ണം അതിന് കഴിക്കാനായിട്ട് ഇട്ട് കൊടുത്തപ്പോഴാണ് അത് മനസ്സിലാക്കിയത് തന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ചിറകടിച്ചത് ആ ഭക്ഷണം സ്വീകരിക്കാതെ തന്നെ ആരോ അപകടത്തിൽ താൻ എന്തോ അപകടത്തിൽ പെട്ടതുപോലെ, അല്ലെങ്കിൽ തന്നെ ആരോ അപകടപ്പെടുത്താൻ വരുന്നത് പോലെ. അപ്പൊ അത്രയും ജാഗ്രതയോടുകൂടി ആ പക്ഷി ആ ഭക്ഷണം സ്വീകരിക്കാതെ പെട്ടെന്ന് പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അല്ലേ, അപ്പൊ ആ പക്ഷി പറന്നു പോകുന്നതിനെയും നമ്മുടെ പോയിറ്റ് വളരെ ഭംഗിയിൽ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെ, വർണ്ണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താ തിരകളെ തുഴകൾ രണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളല്ലേ ഉച്ചയ്ക്ക് നമ്മുടെ ചിത്രശലഭങ്ങൾ പെട്ടെന്ന് ഉച്ചയുടെ തീരത്ത് പറക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ആ പക്ഷിയുടെ ആ ഒരു തിരിച്ചുപോക്കിനെയും കവി നമ്മുടെ പോയിറ്റ് വളരെ നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് എക്സസൈസ് പഠിച്ചായിരുന്നു, അല്ലേ. അതില് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ പഠിച്ചു. പിന്നെന്താണ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പഠിച്ചായിരുന്നു, അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? What are the things that the bird is described to have done in the first two stanza of the poem? അല്ലേ, പക്ഷി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത് ആ ആദ്യത്തെ രണ്ട് വരിയില്, അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? A bird came down, bit an angleworm into two pieces and ate it raw, drank dew from grass and allowed a beetle to pass by. അല്ലേ, എന്താ പക്ഷെ ആദ്യം പറന്നിറങ്ങി നിൽക്കുന്നു. അപ്പൊ അതിനെ കിട്ടി, അതിനെ രണ്ടായിട്ട് മുറിച്ച് പച്ചക്ക് ഭക്ഷിക്കുന്നു. എന്നിട്ട് കുറച്ച് മഞ്ഞുതുള്ളി അത് കുടിക്കുന്നു. ഒരു വണ്ട് പറന്നു പോയപ്പോ അതിനടുത്തോട്ട് മാറി ഇരിക്കുന്നു, അതിന് പാസ് ചെയ്യത്തക്ക രീതിയിൽ അത് മാറി ഇരിക്കുന്നു. ആദ്യത്തെ ആ വരികളിൽ അതാണ് പറയുന്നത് പക്ഷി ചെയ്ത കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What feelings of the bird are described in the line 9 to 13? Pick out the words from the poem that support your answer. ഇല്ലേ, ആ 9 മുതൽ 13 വരെയുള്ള ആ വരികൾ ലൈനില് ഡിസ്ക്രൈബ് ചെയ്യുന്ന പക്ഷിയുടെ ഫീലിങ്സിനെ കുറിച്ച്. എന്തായിരുന്നു ഫീലിങ്സ് പക്ഷിയുടെ? നിങ്ങൾ പറഞ്ഞേ, നമ്മൾ പഠിച്ചതാ. എന്തായിരുന്നു? The bird initial feelings of relaxed environment now changes into cautiousness as if he sees and realizes some danger as a result of his action or someone else watching him. ഇല്ലേ, ആദ്യം പക്ഷി ഒരു എൻവയോൺമെന്റിൽ വന്നിരിക്കുന്നു, അതിന്റെ ഭക്ഷണം അത് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കുറച്ച് റിലാക്സ് ചെയ്ത് നല്ലോണം ഇരിക്കുമ്പോഴാണ് പക്ഷി തിരിച്ചറിയുന്നത്, അല്ലേ, തനിക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു. അപ്പൊ അതെന്താണ്, ജാഗ്രതയോടുകൂടി കണ്ണുകളൊക്കെ ചുറ്റും നോക്കി, അല്ലെ, അത് മനസ്സിലാക്കുന്നത് തനിക്ക് തന്നെ ആരോ വാച്ച് ചെയ്യുന്നു. His action of looking around with frightened eyes show that he may now have realized that someone is watching him. അപ്പം അതിന്റെ ആക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, അതിനെ ആരോ നോക്കുന്നു എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് കണ്ണുകളൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് ചുറ്റും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. The offer of breadcrumbs from the speaker now threatens him a little that he quickly flies away. അപ്പം ഒരു ബ്രെഡ് കഷ്ണം നമ്മുടെ പോയറ്റിലെ സ്പീക്കർ ആ പക്ഷിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പക്ഷിക്ക് മനസ്സിലായി താൻ അപകടത്തിൽ പെട്ടിരിക്കുന്നു, തന്നെ ആരോ ശ്രദ്ധിക്കുന്നു. അപ്പൊ ആ ഭക്ഷണം എടുക്കാതെ പക്ഷി പെട്ടെന്ന് അവിടുന്ന് പറന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം? എന്തൊക്കെയായിരുന്നു സെൻട്രൽ ഐഡിയ? ഈ പോയത്തിലൂടെ നമുക്ക് കിട്ടുന്ന കേന്ദ്ര ആശയങ്ങൾ എന്തൊക്കെയാണ്? The poet brings out two things through the poem. ഇല്ലേ, രണ്ട് കാര്യങ്ങള് പോയറ്റ് നമുക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് one can see and feel joyous and beautiful things of nature and feel one within one's own environment and realize life without the need for traveling far and wide to famous places to rejoice nature. Our happiness lies in the power of observation and understanding. നമുക്ക് എന്താണ്, എല്ലാ ആൾക്കാർക്കും നമുക്ക് പ്രകൃതിയുടെ അല്ലെ ഭംഗി, ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും അത് ഫീൽ ചെയ്യാനും ഒക്കെ എല്ലാ ആൾക്കാർക്കും സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയില് അല്ലേ, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് നമ്മുടെ പരിസ്ഥിതിയിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്
പല ആൾക്കാരും ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും അവർക്ക് എൻജോയ് ചെയ്യാനും അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മുടെ പരിസ്ഥിതിയിലേക്ക് ട്രാവൽ ചെയ്യുകയും പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറിൽ നമ്മുടെ പ്രകൃതി പല സൗന്ദര്യ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതുവഴി ആനന്ദം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നവരാണ്. Our happiness lies in the power of observation and understanding. നമ്മുടെ ഒബ്സർവേഷന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും പവർ എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ. നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് നമ്മുടെ ഒബ്സർവേഷന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും ആ ഒരു പവറിലാണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് പോയിട്ട് ഈ ഒരു കവിതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് സെക്കൻഡ് വൺ, നേച്ചർ ഈസ് വൈഡ് ആൻഡ് മാൻ കനോട്ട് ട്രൈ ആൻഡ് ടേം ഓൾ ബീങ്സ്. ഇപ്പൊ എന്താണ് നേച്ചർ എന്ന് വെച്ചാൽ വൈൽഡ് ആണ് അല്ലേ, വന്യമാണ്. അപ്പൊ മനുഷ്യന് ഈ പ്രകൃതിയെ മെരുക്കുക അത് സാധ്യമല്ല. By offering a breadcrumb, man tried to tame the bird and connect with it, and the bird by quickly and smoothly flying away showed that he was a wild and free spirit that was beyond man's control. നമ്മുടെ ഈ ഒരു പോയറ്റ് എന്ത് ചെയ്യുന്നു, സ്പീക്കർ എന്ത് ചെയ്യുന്നു, ഒരു കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ആ പക്ഷിയെ മെരുക്കാൻ അല്ലെങ്കിൽ തന്റെ പരിധിയിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ പക്ഷി എന്താണ്, അത് സ്വീകരിക്കാതെ പറന്നു പോവുകയാണ്. എന്നിട്ട് അത് എന്താ സന്ദേശം കൊടുക്കുന്നത്, എന്താ മനുഷ്യന്റെ കൺട്രോളിന് അതീതമാണ് പ്രകൃതി എന്നുള്ളത് അല്ലേ, മനുഷ്യന്റെ കൺട്രോളിന് മുകളിലാണ് പ്രകൃതി എന്നുള്ളത് ഒരു സന്ദേശം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ, which line of the poem says that the bird has noticed the speaker's presence? അല്ലേ, സ്പീക്കറുടെ ആ ഒരു സാന്നിധ്യം പക്ഷി തിരിച്ചറിഞ്ഞു നമുക്ക് കാണിച്ചു തരുന്ന വരികൾ ഏതൊക്കെയാണ്, ലൈൻ 9 and 10. ഈ വരികളിലാണ് പക്ഷി ആ ഒരു സ്പീക്കറിന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് കാണിച്ചു തരുന്ന വരികളാണ് ലൈൻ 9 and 10. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി നമുക്കുള്ളത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ. അതിൽ 2 ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, റീഡ് ദ ലൈൻസ് ഗിവൻ ബിലോ. വാട്ട് ഡു ദ ലാസ്റ്റ് 2 ലൈൻസ് ഡിസ്ക്രൈബ് ആൻഡ് ഹൗ? Like one in danger cautious, I offered him a crumb and he unrolled his feathers and round him softer. എന്താണ്, നമുക്ക് 4 ലൈൻസ് തന്നിട്ടുണ്ട്. അതിലെ ലാസ്റ്റത്തെ 2 ലൈൻ എന്താണ് പറയുന്നത്, അത് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നു എന്നാണ്, അതിൽ എന്താണ് വിവരിച്ചേക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ ആൻസർ എഴുതാം, the last 2 lines show that the bird stands as an emblem of free spirit who refuse the damning hand, ignores and smoothly and softly take flight into the air. ഇപ്പൊ എന്താണ് നമ്മുടെ അവസാനത്തെ ഈ 2 വരികൾ കാണിച്ചു തരുന്നത്, എന്താണ് പക്ഷിയെ മെരുക്കാനായിട്ട് സ്പീക്കർ ശ്രമിക്കുമ്പോൾ ഇല്ലേ, തന്റെ പരിധിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷി അതെല്ലാം നിരസിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ട് ഇല്ലേ, മെരുക്കുന്ന കൈ അവഗണിക്കുകയും നിരസിക്കുകയും ചെയ്തിട്ട് പക്ഷി ഫ്രീ ആയിട്ട് ആകാശത്തിൽ ഇങ്ങനെ പറന്നുയർന്നു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത കണ്ടോ, the poet described the flight of the bird through the lines given below. Explain the comparison drawn to describe the bird flight through aquatic motion. അതായത് നമ്മുടെ പക്ഷിയുടെ ആ ഒരു ആകാശത്തിലൂടെയുള്ള ആ ഒരു ചലനത്തെ, ആ ഒരു പറന്നു പോകലിനെ നമ്മുടെ പോയറ്റ് അക്വാട്ടിക് മോഷൻ ഇല്ലേ, നമ്മുടെ ജലത്തിലുള്ള ആ ഒരു ചലനമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് കടലിലെ ആ തിരകളെ തുഴകൾ 2ആയിട്ട് വിഭജിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് പക്ഷിയുടെ ആ ഒരു പറന്നു പോകലിനെ അല്ലെ, ആകാശത്തിലൂടെ ആ പറന്നു പോകുന്നതിനെ നമ്മുടെ കവി അക്വാട്ടിക് മോഷനായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വരികൾ നമുക്ക് തന്നു അല്ലേ. The rows divide the ocean, 2 silver for a seam, or butterflies of banks of moon, leaves splashless and a ഇപ്പൊ ഈ വരികളിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. ആ പക്ഷിയുടെ ആ ഒരു പറന്നു പോകലിനെ അക്വാട്ടിക് മോഷനായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് നമ്മൾ പറയണം. The poet beautifully compares the flying motion to the motion of rowing in water, so softly and smoothly, full of confidence, without any ripples. പക്ഷി എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ ഈ ഒരു പക്ഷിയുടെ ആ ഒരു ഫ്ലൈയിങ് അല്ലെ മോഷൻ, ആ ഒരു ചലനത്തെ അക്വാട്ടിക് മോഷനായിട്ട് നമ്മുടെ കവി പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ്, just as the oars divide the seamless ocean to allow the motion of the boat forward, or the butterflies flied from the rocks on the bank without splashing water in the silky smooth way, the bird flew confidently, showing away its unchanged spirit to fluidly and delicately into the sky. എന്ത് ഇതിൽ പറയുന്നതില്ലേ, നമ്മുടെ പക്ഷി
പക്ഷിയുടെ ആ ഒരു ചലനത്തെ നമ്മൾ ഒഴുകുന്ന വെള്ളം ആ ഒരു ചലനവുമായിട്ട് മനോഹരമായിട്ട് കവി താരതമ്യപ്പെടുത്തുന്നുണ്ട് അല്ലേ. എന്താണ് പക്ഷി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് തന്നെ വരുതിയിലാക്കാൻ വന്നപ്പോൾ, തന്നെ മെരിക്കാൻ വന്നപ്പോൾ സ്മൂത്ത് ആയിട്ട് പക്ഷി പറന്നു പോകുന്നുണ്ട് അല്ലേ. അതായത് വെള്ളത്തിൽ അലകളൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ചലനം പോലെ പക്ഷിയുടെ ആ ഒരു ചലനത്തെ കവി വർണ്ണിച്ചിരുന്നു. പക്ഷി സ്മൂത്ത് ആയിട്ട് പറന്നു പോകുന്നു. ഇപ്പം എന്താ, പിന്നെ കടലിലെ ആ ഒരു തിരമാലകളെ തുഴകൾ കൊണ്ട് നമ്മൾ വിഭജിക്കുന്നത് പോലെ ആ വെള്ളത്തെ അതുപോലെ ചിറകടിച്ച് പക്ഷി പറന്നു പോകുന്നു. പിന്നെ നമ്മൾ ഉച്ചയുടെ തീരത്ത് ആ ഒരു ചിത്രശലഭ പാടി കളിക്കുന്നു, അതുപോലെ ആ ഒരു രീതിയിൽ പക്ഷി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് കവി ആക്വാട്ടിക് മോഷനും പക്ഷിയുടെ ചലനത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. പിന്നെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിലും പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഈ ക്ലോസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യനും ബ്രീഫും ഈ സി സെക്ഷനിലെ 2 ക്വസ്റ്റ്യനും പഠിച്ചാൽ മതി. അപ്പൊ നമ്മുടെ എ ബേർഡ് കെയിം ഡൗൺ, എമിലി ഡിക്കൻസിന്റെ എ ബേർഡ് കെയിം ഡൗൺ എന്ന് പറയുന്ന പോയം ചാപ്റ്റർ നമ്മൾക്ക് ഇവിടെ നിർത്താം. ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇന്നത്തെ ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതുന്ന നോട്ട്സ് നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതുക. ടീച്ചർ 2 നോട്ട്സും സെൻഡ് ചെയ്ത് തരണം. റീഡ് ചെയ്യുന്ന സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. പിന്നെ നമുക്ക് നമ്മുടെ വർക്ക് ബുക്ക് എടുക്കാം. ഇംഗ്ലീഷിലെ നമ്മുടെ വർക്ക് ബുക്കില് നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഏതാണെന്ന് അറിയാമോ ചാപ്റ്ററിന്റെ പേര്? ചാപ്റ്റർ 8 ഡയറി എൻട്രി. അപ്പൊ അതിന്റെ കുറച്ച് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഡയറി എൻട്രി നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചപ്പം എന്തായിരുന്നു അതിൻ്റെ അകത്ത്? ഒരു ഡയറിയുടെ ഒരു പേജായിരുന്നു നമ്മൾ പഠിച്ചത് ഇല്ലേ. അതായത് നമ്മുടെ ഒരു കുട്ടി എന്താണ് അതിന്റെ ഡയറിയെ തന്റെ ഫ്രണ്ടായിട്ട് കണ്ടിട്ട് ആ കുട്ടിയുടെ ആ ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ആ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നത് പോലെ ആ ഡയറിയുടെ ആ പേജിൽ എഴുതുന്നു. ആ ഒരു പേജാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയില്ലേ? എല്ലാവരും മറന്നുപോയോ? ഡയറി എൻട്രി. ഓക്കെ, അപ്പൊ ആ ഒരു പേജാണ് നമ്മൾ ഡയറി എൻട്രിയിലാണ് ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ഡയറി എഴുതാനായിരുന്നു, അല്ലെങ്കിൽ ഡയറി എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെയും നമുക്കൊരു ഡയറിയുടെ ഒരു പേജാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അന്ന് നമ്മൾ പഠിച്ചത് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നു, അമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നു, അവര് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. തിരികെ സ്കൂളിലെത്തുമ്പോ കൂട്ടുകാര് ഒരുമിച്ച് ആ കുട്ടിക്ക് എന്താണ് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പരാതികളോ അല്ലെങ്കിൽ അതിന്റെ സന്തോഷങ്ങളൊക്കെയാണ് ആ കുട്ടി അത് ആ ഡയറിയിൽ നമ്മളോട് അതിന്റെ ഡയറിയോട് അത് പങ്കിട്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നല്ലൊരു സിറ്റുവേഷൻ അല്ല. ഒരു യുദ്ധ സമയത്ത് ഒരു കുട്ടി തന്റെ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങൾ, തന്റെ ഡയറി ഒരു ഫ്രണ്ടായി കണ്ടിട്ട് ആ കുട്ടി എഴുതുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ഡയറി എൻട്രി എന്ന് പറയുന്ന ഈ വർക്ക് ബുക്കിലെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആൻ എന്ന് പറയുന്ന കുട്ടി തന്റെ ഡയറിയെ കിറ്റി എന്ന പേരിലാണ് വിളിക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന നോക്കിയ നമ്മുടെ ഡയറി വെനസ്ഡേ 13 ജാനുവരി 1943 ജാനുവരി 13 വെനസ്ഡേയില് ഒരു കുട്ടി ആനെന്ന് പറയുന്ന കുട്ടി തന്റെ ഡയറിയെ തന്റെ ഫ്രണ്ടായിട്ട് കണ്ട് അതിന് കിറ്റി എന്ന് പറയുന്ന പേര് കൊടുത്തിട്ട് ആ ഡയറിയോട് തന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. നോക്കിക്കേ, ഡിയറസ്റ്റ് കിറ്റി, this morning I was constantly interrupted and as a result I have not been able to finish a single thing I have begun. ഇപ്പൊ എന്താണ് ഡിയറസ്റ്റ് കിറ്റിയിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കിറ്റി അല്ലെങ്കിൽ കൂട്ടുകാരി, ആ ഡയറിയെ തന്റെ കൂട്ടുകാരിയായിട്ട് കാണുവാണ്. ഇന്നത്തെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? I was constantly interrupted and as a result I have not been able to finish a single thing I have begun. എന്താണ് ഇന്നത്തെ ഈ രാവിലെ വളരെ ഞാൻ ഭയങ്കര ഇന്ററപ്റ്റ് ആയിട്ട് ഇരിക്കുവാണ്, അസ്വസ്ഥതയാണ്, എനിക്ക് ഒരു കാര്യവും ചെയ്ത് തീർക്കാൻ കഴിയുമെന്നോ പറ്റുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. Terrible things are happening outside. അല്ലേ, പുറത്ത് എന്താണ് ഭയാനകമായ കാര്യങ്ങൾ നടക്കുകയാണ്. ടെറിബിൾ തിങ്സ്, പുറത്ത് ഭയാനകമായ പല കാര്യങ്ങളും നടക്കുന്നു. At any time, night and day, poor helpless people are being dragged out of their homes. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അല്ലേ, രാത്രിയും പകലും ഏത് സമയത്തും നമ്മുടെ പാവപ്പെട്ട നിസ്സഹായരായ ആളുകള് അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. They are allowed to take only a rest
and a little cash with them, and even then they are robbed of these possessions on the way. അപ്പൊ എന്താണ് അവർ ആ വീട്ടിൽ നിന്ന് അവരെ വലിച്ചെറിയുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസയും അല്ലെങ്കിൽ കുറച്ച് റിസ്കും എടുക്കാനുള്ള അവകാശം മാത്രമേ അവർക്ക് ഉള്ളൂ. അതും അവർ പോകുന്ന വഴിയിൽ അതും കൊള്ളയടിക്കപ്പെടുന്നു, ആ കാശും ആ റിസ്കും കൊള്ളയടിക്കപ്പെടുന്നു. ഫാമിലീസ് ആർ ടോൺ അപ്പാർട്ട്. ഇല്ലേ, എന്താണ് കുടുംബങ്ങൾ ശിഥിലമാകുന്നു. Men, women and children are separated. സ്ത്രീയെ കുട്ടികളെ ഇല്ലേ പുരുഷന്മാരെ എല്ലാം സെപ്പറേറ്റ് ആയി മാറുന്നു. അവരെല്ലാം പല വഴിക്കായിട്ട് പോവുകയാണ്, അല്ലെ കുട്ടികളെ വേർതിരിച്ചിരിക്കുന്നു. സ്ത്രീകളെ അല്ലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം വേർതിരിക്കപ്പെടുകയാണ്. Children come home from school to find that their parents have disappeared. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ അവരുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല, അവര് അപ്രത്യക്ഷമായിരിക്കുന്നു. Women return from shopping to find their houses sealed, their families gone. ഷോപ്പിംഗ് കഴിഞ്ഞ് സ്ത്രീകൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ വീട് അടച്ചുപൂട്ടി സീൽ ചെയ്തേക്കുന്നു, അവിടെ അവരുടെ കുടുംബം ഇല്ല. ആ കാഴ്ചയാണ് അവരുടെ സ്ത്രീകൾ കാണുന്നത്. The Christians in Holland are also living in fear because their sons are being sent to Germany. വീടുകളിലുള്ള ക്രിസ്ത്യൻസ് എല്ലാം അവർ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം എന്താ, തങ്ങളുടെ സൺസിനെ കുട്ടികളെ അല്ലെങ്കിൽ തങ്ങളുടെ ആൺകുട്ടികളെ അവർ ജർമ്മനിയിലേക്ക് അയക്കുന്നു എന്ന് പേടിച്ചാണ് ജർമ്മനിയിലുള്ള ക്രിസ്ത്യൻസ് എല്ലാം ഇരിക്കുന്നത്. എല്ലാവർക്കും എന്താ ഭയം തന്നെയാണ്. Every night hundreds of planes pass over Holland on their way to German cities to show their bomb on German soil. എല്ലാ രാത്രിയിലും എന്ത് ചെയ്യുന്നു, hundreds of planes നമ്മുടെ ഹോളണ്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്, ഇല്ലേ, ജർമ്മൻ സിറ്റിയിലോട്ട് കടന്നു പോകുന്നുണ്ട്. അവരുടെ ബോംബ് ജർമ്മൻ മണ്ണിൽ ഇടാനായിട്ട് hundreds of planes ആണ് എല്ലാ രാത്രിയിലും പോകുന്നത്. Every hour hundreds or maybe even thousands of people are being killed in Russia and Africa. അല്ലേ, ഓരോ എന്താണ് മണിക്കൂറിലും അല്ലേ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് റഷ്യയിലും ആഫ്രിക്കയിലും കൊല്ലപ്പെടുന്നത്. No one can keep out of the conflict. The entire world is at war, and even though the allies are doing better and end is nowhere is. എന്താണ്, ആർക്കും ഈ ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവരും ലോകം മുഴുവൻ ഈ ഒരു യുദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ്. സഖ്യകക്ഷികൾ അവരുടെ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും എന്താ അവരെ ഇവിടെ നമുക്ക് കാണാനില്ല. അവരെല്ലാം എല്ലാ ആൾക്കാരും യുദ്ധത്തിൽ പെട്ടിരിക്കുകയാണ്. നോക്കിക്കേ, as far as we are quite fortunate, luckier than millions of people. എന്നിരുന്നാലും ഞങ്ങള് മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കാൻ ഞങ്ങള് ഭാഗ്യവാന്മാരാണ്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഭാഗ്യവാന്മാരാണ്, അല്ലേ, തികച്ചും ഭാഗ്യവാന്മാരാണ്. എന്താ ദശലക്ഷക്കണക്കിന് ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങള് ഭാഗ്യവാന്മാരാണ്. It is quiet and safe here and we are using your money to buy food. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ സേഫ് ആണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങാം. We are so selfish that we talk about after the war and look forward to new clothes and shoes when actually we should be saving every penny to help others when the war is over, to salvage whatever we can. ഇപ്പൊ എന്താണ്, ഞങ്ങളെല്ലാം സ്വാർത്ഥരാണ്. ഞങ്ങൾ ആലോചിക്കുന്നത് ഈ യുദ്ധം കഴിഞ്ഞിട്ട് പുതിയ ഷൂ വാങ്ങുന്നതിനെ പുതിയ തുണി വാങ്ങുന്നതിനെയൊക്കെ കുറിച്ചാണ്. പക്ഷെ പല ആൾക്കാരും ഭക്ഷണം പോലും കിട്ടാതെ അലയുകയാണ്. അപ്പൊ അവർക്ക് ഇനി ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പൈസയും സൂക്ഷിച്ചു വെക്കണം, അല്ലേ, യുദ്ധം കഴിഞ്ഞുണ്ടാവുന്ന ആ ഒരു അവസ്ഥ നേരിടാൻ നമ്മൾ ഓരോ പൈസയും സൂക്ഷിച്ചു വെക്കണം. പക്ഷെ ഞങ്ങൾ എന്താണ്, സ്വാർത്ഥരാണ്. ഞങ്ങൾ ഇനി വാങ്ങാൻ പോകുന്ന യുദ്ധം കഴിഞ്ഞ് വാങ്ങാൻ പോകുന്ന പുതിയ ഷൂസിനെയും തുണികളെയൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ്. The children in this neighborhood run around in thin shorts and wooden cloths. ഇല്ലേ, കട്ടികുറഞ്ഞ ഷർട്ടും കട്ടികുറഞ്ഞ ഷോർട്ടും അതുപോലെ തന്നെ വുഡൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കുട്ടികൾ, അല്ലെ, അയൽപക്കത്തുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ ഓടി അലഞ്ഞ് നടക്കുവാണ്. They have no coat, no socks, no cap and no one to help them. അവർക്കൊന്നും ഷൂസും ഇല്ല, സോക്സും ഇല്ല, തൊപ്പിയില്ല, ഒന്നുമില്ല, കോട്ടും ഇല്ല. അവരെ ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല. Knowing not a carrot to still their hunger comes, they walk from their cold houses through cold streets to an even colder class. അവർക്ക് അവരെ വിശപ്പടക്കാൻ പോലും ഒന്നുമില്ല. അവർക്ക് കിട്ടിയ ഒരു ക്യാരറ്റ് അവരുടെ അടിപൊളി കൂടി വരച്ച് ചെയ്ത് തിന്നുവാണ്. കാരണം അവർക്ക് വേറെ ഒന്നും കഴിക്കാൻ ഇല്ല. അവരവരുടെ തണുത്ത വീടുകളിൽ നിന്ന് തണുത്ത തെരുവിലൂടെ അവരുടെ തണുത്ത ക്ലാസ് മുറികളിലേക്ക്. Things have gotten so bad in Holland that hordes of children stop passers-by in the street to beg for a piece of bread. അപ്പം അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ വേദനാജനകമാണ്. എന്താണ്, ഒരു കഷ്ണം റൊട്ടി
മൈസെൽഫ് മോർ മിസറബിൾ. അപ്പൊ എനിക്ക് നിന്റെ കൂടെ കുറെ സമയം ചെലവഴിക്കണമെന്നുണ്ടല്ലേ, ഈ യുദ്ധത്തിന്റെ കാര്യങ്ങൾ, യുദ്ധത്തിൽ നമ്മുടെ ആ ഒരു അവസ്ഥ പറയാനായിട്ട് എനിക്ക് നിന്റെ കൂടെ കുറെ സമയം ചെലവഴിക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നാൽ എന്റെ അവസ്ഥ കൂടുതൽ വഷളാവും. All we can do is wait as calmly as possible for it to end. Jews and Christians alike are waiting. The whole world is waiting. And many are waiting for death. അപ്പൊ എന്താണ്, എല്ലാം നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, വെയിറ്റ് ചെയ്യുക അല്ലേ, കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാം ശാന്തമാകുന്നുവെന്ന് നമുക്ക് എന്താ, ശാന്തമാകും എന്ന സമാധാനത്തോടുകൂടി കാത്തിരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവും പോലെ നമ്മള് കാത്തിരിക്കുക. ജൂയിസും ക്രിസ്ത്യൻസും എല്ലാം വെയിറ്റിംഗിലാണ്, ഈ യുദ്ധം അവസാനിക്കും. ഈ ഹോൾ വേൾഡ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുവാണ് അല്ലേ, ശാന്തതയ്ക്ക് വേണ്ടി. യുദ്ധം അവസാനിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുപോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുക, എന്ത്, മരണത്തിന് വേണ്ടി കുറെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വ്യൂവേഴ്സ്, നമ്മൾ കാണുന്നത് എന്താണ്, A letter from the diary of a young girl by Anne Frank. Anne Frank തന്റെ എന്താ ഡയറിയില് അല്ലെ, തന്റെ ഡിയറസ്റ്റ് കിറ്റി എന്ന് പറഞ്ഞിട്ട് തന്റെ ഡയറിയെ കാണുന്നു. ആ ഡയറിയോട് ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു ഭീകരത വിവരിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ നമ്മൾ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് പൊസഷൻസ് ഡിഡ് ദ പുവർ പീപ്പിൾ ക്യാരി വിത്ത് ദം വെൻ ലീവിംഗ് ദെയർ ഹോംസ്. ഇപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതായത് പാവപ്പെട്ടവരെ നമ്മൾ പറഞ്ഞില്ലേ, വീടുകളിൽ നിന്ന് ഇറക്കി വിടും, വലിച്ചെറിയുന്നത് പറഞ്ഞു. അങ്ങനെ അവരെ ഇറക്കി വിടുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം സ്വത്തുക്കളാണ് അവർ കൂടെ കൊണ്ടുപോയത്, എന്തെല്ലാം നമ്മൾ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് അവരെന്തൊക്കെയാ കൊണ്ടുപോകുന്നത്? Poor people were allowed to carry only a dress and a little cash when leaving their homes. ഇപ്പൊ എന്താ, ദരിദ്രരായ ആളുകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ഡ്രസ്സും കുറച്ച് പണവും മാത്രമേ കൊണ്ടുപോകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, വൈ വെയർ ദ ക്രിസ്ത്യൻസ് ഓഫ് ഹോളണ്ട് ലിവിംഗ് ഇൻ ഫിയർ. എന്തുകൊണ്ടാണ് ഹോളണ്ടിലെ ക്രിസ്ത്യൻസുകൾ അല്ലെ, ക്രിസ്ത്യാനികൾ ഭയപ്പാടോടെ ജീവിച്ചിരുന്നത്? എന്തുകൊണ്ടാണ്? The Christians of Holland were living in fear because their sons were being sent to Germany to the battlefield. ഇപ്പൊ എന്താണ്, ഹോളണ്ടിലെ ക്രിസ്ത്യാനികൾ വളരെ ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത്. കാരണം അവരുടെ ആൺകുട്ടികളെ എന്ത് ചെയ്യുന്നു, യുദ്ധക്കളത്തിലേക്ക്, ജർമ്മനിയിലെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഭയപ്പാടോട് കൂടിയാണ് അവര് ജീവിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, why were the people of Holland scared of the planes passing over the city at night? നമ്മൾ പറഞ്ഞില്ലേ, ഓരോ രാത്രിയിലും പ്ലെയിൻ നമ്മുടെ സിറ്റിയെ പാസ് ചെയ്ത് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് എന്തിനാണ് ഹോളണ്ടിലെ ആൾക്കാര് ഭയപ്പെട്ടിരുന്നത്? എന്തുകൊണ്ടാ? The people of Holland were scared of the plane passing over the city at night. ഇല്ലേ, രാത്രിയില് പ്ലെയിൻ ഇങ്ങനെ നമ്മുടെ സിറ്റിയെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഹോളണ്ടിലുള്ള ആൾക്കാർക്ക് ഭയമായിരുന്നു. Because hundreds of planes would pass over Holland on their way to Germany to drop bombs on Germany. ഇപ്പൊ ജർമ്മനിയിൽ കൂടി ഇങ്ങനെ 100 of planes പോകുന്നു. ആ പ്ലെയിൻ എന്താണ്, അവരുടെ ബോംബ് ജർമ്മനിയിൽ ഇടാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ആ കാരണം കൊണ്ടാണ് നമ്മുടെ ഹോളണ്ടിലുള്ള ആൾക്കാർ ഓരോ പിന്നെ പ്ലെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഭയപ്പെട്ടിരുന്നത്. Who is Kitty? How is and related to Kitty? ഇപ്പൊ ഇവിടെ നമുക്ക് കിറ്റി എന്നും പറഞ്ഞാണ് ആ കുട്ടി തുടങ്ങുന്നില്ല, ഡിയറസ്റ്റ് കിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ആൻ റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് കിറ്റി? ആനും കിറ്റിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കിറ്റി is the name of Annie's personal diary. അല്ലേ, she used to write about the rare experience in that diary while she was in hiding with her family for 2 years. അപ്പൊ എന്താണ് ഈ കിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ആനി തന്റെ പേഴ്സണൽ ഡയറിയാണ്. ആനിയുടെ പേഴ്സണൽ ഡയറിക്ക് ആൻ കൊടുത്തിരിക്കുന്ന പേരാണ് കിറ്റി എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാം ആ കുട്ടി എഴുതിയിരുന്നത് ഈ ഒരു ഡയറിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, what did Anne want to say by the following statement? As far as we are quite fortunate. ഈ കുട്ടി പറഞ്ഞിരുന്നു എന്താ, ഈ ഒരു നമുക്കൊരു പ്രസ്താവന തന്നു, ആസ് ഫാർ ആസ് വി ആർ ക്വൈറ്റ് ഫോർച്യൂണേറ്റ് എന്ന് പറയുന്ന. അപ്പൊ ഈ ഒരു പ്രസ്താവനയിലൂടെ ആനി എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ആസ് ഫാർ ആസ് വി ആർ ക്വൈറ്റ് ഫോർച്യൂണേറ്റ് എന്ന് വെച്ചാൽ എന്താണ് കുട്ടി ഉദ്ദേശിക്കുന്നത്? എന്താ, ആൻ കൺസിഡേർഡ് ഹിയർ and her family to be fortunate because they had money to buy food. അല്ലേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അയലത്തുള്ള
റോഡിൽ പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തി യാചിക്കുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയില് ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ, ഞങ്ങൾക്ക് കാശ് കൊടുത്ത് എനിക്കും എന്റെ ഫാമിലിക്കും പൈസ കൊടുത്ത് ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഭാഗ്യവാന്മാരാണ്. ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ ചിൽഡ്രൻ ലിവിംഗ് ഇൻ ആൻസ് നെയ്ബർഹുഡ്. അപ്പൊ ആനയുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ആനയുടെ ചുറ്റുപാട് കുറെ കുട്ടികളുണ്ട്, അയൽക്കാരായ കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം? The children in Anne's neighborhood wore thin shirts and woolen clothes. അപ്പം woolen clothes-ഉം thin shirt ഒക്കെയായിരുന്നു ആന്റെ അയൽപക്കത്തുള്ള കുട്ടികളുടെ വേഷം എന്ന് പറയുന്നത്. They had no coats, socks, cap and no one to help them. അവർക്ക് കോട്ടില്ല, സോക്സ് ഇല്ല, തൊപ്പിയില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. They used to gnaw on carrot to stay their hunger pangs. ഒരു അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അവരുടെ അടികൂടി ഒരു ക്യാരറ്റിനെ വലിച്ചു കയറിയൊക്കെ കഴിക്കുവാണ്. They used to walk to their school in biting cold. വളരെ തണുപ്പത്താണ് ആ കുട്ടികൾ കടുത്ത വിറച്ചാണ് വീടുകളിൽ നിന്ന് അവരുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്. Sometimes things got so bad that they had to beg to passers by and beg for a piece of bread. ചില സമയങ്ങളിൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണില്ലേ? റോഡിൽ കൂടി പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തി അവർ യാചിച്ച് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ അല്ലേ? അത് ഭയങ്കരമാണ്. അപ്പൊ ഇതാണ് ആന്റെ നെയ്ബർഹുഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ള അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് തന്നേക്കുന്നത് നോക്കിക്കേ, വൊക്കാബുലറിയില് ഹോമോഫോൺസ് എന്താണ് തന്നേക്കുന്നത്? ഹോമോഫോൺസ്. അപ്പൊ എന്താണ് ഹോമോഫോൺസ് എന്ന് നമുക്ക് നോക്കാം. ഹോമോഫോൺസ് കണ്ടോ? നോക്കിക്കേ, റീഡ് ദ ഫോളോയിങ് പെയർസ് ഓഫ് വേർഡ്സ്. നമുക്ക് രണ്ട് ജോഡി വാക്കുകളല്ലേ? പീസ്, പീസ്, ബെയർ, ബെയർ. നോക്കിക്കേ, in the above examples both words have similar sound but different meanings and different spelling. പീസ്, പീസ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും സൗണ്ട് അല്ലേ ഒന്നാ, പീസ്. അടുത്ത വാക്കും പീസ്. രണ്ടിന്റെയും സൗണ്ട് ഒന്നാണെങ്കിലും ആ വേർഡ്സിന്റെ മീനിങ്ങും അതിന്റെ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആണ് അല്ലേ? ആദ്യത്തെ പീസിന് PIEC എന്നും രണ്ടാമത്തെ പീസിന് PEAC എന്നും ആണ് തന്നേക്കുന്നത്. അപ്പൊ അതിന്റെ മീനിങ്ങും ഡിഫറെന്റ് ആണ്, സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആണ്. Such pairs of words are called homophones. അപ്പൊ ഇങ്ങനെയുള്ള ജോഡി വാക്കുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് വേർഡ് തന്നിരുന്നാല് അതിന്റെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും, മീനിങ്ങും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ സൗണ്ട് ഒരുപോലെ ആയിരിക്കും. പീസ്, പീസ് എന്ന് പറയുന്നിടത്ത് രണ്ടിന്റെ സൗണ്ട് ഒന്നാണ്, പക്ഷെ സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ്, പേഴ്സ് ഓഫ് വേർഡ്സിനെയാണ് നമ്മള് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ രണ്ട് വാക്കുകൾ തന്നാല് അതിന്റെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും, മീനിങ്ങും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ സൗണ്ട് സിമിലർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. Select the right words from the bracket to fill in the blanks. The first one has been done for you. അപ്പൊ നമുക്ക് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, അതിന്റെ അടുത്ത് ഒരേപോലെ രണ്ട് നമ്മൾ സൗണ്ട് ചെയ്യുന്ന വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം ആദ്യത്തെ നോക്കിക്കേ, ഡാഷ് pour the juice in the glass carefully. അപ്പൊ രണ്ട് വേർഡിന്റെയും സൗണ്ട് എന്നാണ്, പക്ഷെ മീനിങ്ങും സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ തന്നേക്കുന്ന സെന്റൻസിൽ ഏത് മീനിങ് വരുന്ന വാക്ക് ഏതാണോ അത് നമ്മള് എടുത്തേത്. നമ്മുടെ ആദ്യത്തെ വാക്ക് നമുക്ക് pour തന്നിട്ടുണ്ട്, അതായത് ഡാഷ് ദ ജ്യൂസ് ഇൻ ദ ഗ്ലാസ് കെയർഫുള്ളി അല്ലേ? ഒഴിക്കണം, നമ്മള് കെയർഫുൾ ആയിട്ട് വേണം ജ്യൂസില് ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിക്കാൻ. അപ്പൊ ആ POUR ആണ് വരുന്നത്, ഒഴിക്കാനുള്ള അർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് സെന്റൻസ് ഓക്കെ, ഷീ സ്ലെപ്റ്റ് ഓൺ ദ അപ്പർ ഡാഷ് ഓഫ് ദ കോച്ച്. ബർത്ത്, ബർത്ത്. അപ്പൊ രണ്ട് ബർത്ത് തന്നിരിക്കുന്നതിന്റെ രണ്ടിന്റെയും സൗണ്ട് ഒന്നാണ്, പക്ഷെ സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ ഏത് ബർത്തായിരിക്കും വരുന്നത്? ഷീ സ്ലെപ്റ്റ് ഓൺ ദ അപ്പർ ഡാഷ് ഓഫ് ദ കോച്ച് അല്ലെ? ട്രെയിനിന്റെ ആ ഒരു അപ്പർ ബർത്തില് എന്ന് പറയുമ്പോ ഏത് ബർത്ത് വരും? BERTH ആയിരിക്കും വരുന്നത്. ഏതാണ് വരുന്നത്? BERTH. ഈ ബർത്താണ് അവിടെ വരുന്നത്. മറ്റേ ബർത്ത് എന്ന് വെച്ചാല് ജനനം എന്നാണ് അർത്ഥം അല്ലേ? ഈ ബർത്ത് ഉറങ്ങി, ഈ ബർത്താണ് BEARTH. ഈ ബർത്താണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഉണ്ടോ, ദിസ് ബോട്ട് വിൽ ബി സെയിൽഡ് യൂസിങ് എ പെയർ ഓഫ് ഡാഷ് ഓസ്. ഇപ്പൊ എന്താണ് നമ്മുടെ എന്താണ് ബോട്ട് ഒരു ജോഡി എന്തുപയോഗിച്ചാണ് തുഴയുന്നത് അല്ലേ? ഓസ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബോട്ട് തുഴഞ്ഞു പോകുന്നത്. ബോട്ട് രണ്ട് ജോഡി അല്ലേ
എന്തോ ഉപയോഗിച്ച തുഴകൾ ഉപയോഗിച്ചാണ് ബോട്ട് പോകുന്നത് അല്ലേ? നോക്കിക്കേ, ദിസ് ബോട്ട് വിൽ ബി സെയിൽഡ് യൂസിങ് എ പെയർ ഓഫ് ഡാഷ്. അതായത് ഓസ് ഓസ്, രണ്ട് ഓസ് വരുമ്പം OARS, തുഴകൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്ന വേർഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. തുഴകൾ എന്ന അർത്ഥം വരുന്ന OARS ആണ് അവിടെ നമ്മള്, ആ ഓസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്വീറ്റ് ഡാഷ് ഈസ് സർവ്ഡ് ആഫ്റ്റർ ഡിന്നർ. ഡിന്നറിന് ശേഷം നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള എന്താണ് കൊടുക്കുന്നത്, സെർവ് ചെയ്യുന്നത്? ഡെസേർട്ട്. ഡെസേർട്ട് ഏത് ഡെസേർട്ടാ അല്ലേ? DESSERT. ഈ ഡെസേർട്ട് ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. DESSERT ഈ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേ ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? എന്താ? മരുഭൂമിയാണ്. അപ്പൊ ഈ ഡെസേർട്ട് മധുരപലഹാരം, നമ്മുടെ ഡിന്നറിന് ശേഷം നമ്മളൊരു മധുരം സെർവ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഈ ഡെസേർട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്ത് നോക്കിയേ, പ്ലീസ് ഡാഷ് മൈ ഹാർട്ടി വിഷസ് ഓൺ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിന് എന്റെ ഈ ഒരു എന്താ ഹാർട്ടി വിഷസ് നിങ്ങൾ അക്സെപ്റ്റ്. അപ്പൊ എന്താ അക്സെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കുക, അക്സെപ്റ്റ് എന്ന് വെച്ചാൽ ഒഴികെ. അപ്പൊ നമ്മൾ ഇവിടെ ഏത് വേർഡ് യൂസ് ചെയ്യണം? അക്സെപ്റ്റ് അല്ലെ? എന്റെ വിഷസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാം. ഷീ ലുക്സ് ഡാഷ് ആൻഡ് ഹാർട്ടി ഓൾ ദ ടൈംസ്. അപ്പൊ എന്താണ് നമ്മള് എല്ലാ സമയവും ഹെയില്. ഏത് ഹെയിലാണ്? സുഖമായി കാണപ്പെടുക എന്നുള്ളതിന് ഈ ഹെയില് നമ്മൾ യൂസ് ചെയ്യണം. HALE ഹെയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. HALE. ഓക്കെ, അടുത്ത വേർഡ് നോക്കിക്കേ, അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ആൻ അയൺ ഡാഷ്. അപ്പൊ അയൺ നമ്മൾ ഇരുമ്പ് എന്തിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്? OAR ആണോ ORE ആണോ? ORE ആണല്ലേ. ഇരുമ്പ് അയിരിൽ നിന്നാണ് നമ്മൾ ഇരുമ്പ് വേർതിരിച്ചത്. ORE ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അടുത്ത വാക്ക് ഈസ് ദ റോഡ് ഡാഷ് ഓർ കർവ്ഡ്. ഇപ്പൊ റോഡ് ഏത് സ്ട്രെയിറ്റ് ആയിരിക്കും? STRAIGHT. ആ വേർഡ് നമ്മൾ അവിടെ എഴുതാം. ഏത് നേടാണ്? STRAIGHT. ഈ സ്ട്രെയിറ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത കണ്ടോ നോക്കിക്കേ, there was a big earth dash in Dubai. ഇപ്പൊ എന്താണ്? ദുബായിൽ ഒരു വരണ്ട ഡാഷ് ഉണ്ട്. ആ ഡെസേർട്ട് എന്ന് വെച്ചാല് മരുഭൂമിയുണ്ട്, ഡെസേർട്ട് എന്ന് വെച്ചാല് മധുരപലഹാരമുണ്ട്. അപ്പൊ ഇവിടെ ഏത് ഡെസേർട്ട് യൂസ് ചെയ്യണം? DECERT. ഏതാണ്? DESCERT. DEC അല്ല, DESCERT. ഈ ഡെസേർട്ട് വേണം യൂസ് ചെയ്യാൻ. അടുത്ത വേർഡ്, there were several dash in the vessel. ഒരു വെസലിന് ധാരാളം ഡാഷ് ഉണ്ട്. പോസ്. ഏത് പോസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? PORES ആണ്. PORES, അതായത് സുഷിരങ്ങൾ. ഒരു വെസലിന് ധാരാളം സുഷിരങ്ങൾ ഉണ്ടെന്നുള്ള അർത്ഥമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത സെന്റൻസ്, മൈ മദർ taught me how to dash floor. എന്താണ്? എന്റെ അമ്മ എനിക്ക് എന്ത് ചെയ്യാൻ അല്ലേ മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഏത് നീടാ? KNEAD, കുഴയ്ക്കുക. ആ വേർഡ് നമ്മൾ യൂസ് ചെയ്യാം. KNEAD. ഓക്കെ, അടുത്ത കണ്ടോ, I ate dash at the birthday party. അപ്പൊ ഞാൻ എന്താ സൺഡേ. ഏത് സൺഡേ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? SUNDAE, ഞായറാഴ്ച. ഞായറാണ് സൺഡേ, ഞായറാണ്. ഈ സൺഡേ എന്ന് വെച്ചാൽ ഞായറാഴ്ച. SUNDAE. ഈ സൺഡേ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അടുത്ത, the dash of the baby brought happiness in the family. ഒരു ബേബിയുടെ ഇല്ലേ ഡാഷ് ഏത് ഭാഗത്ത് വരും? BIRTH വരുമോ? BERTH വരുമോ? BIRTH. ഒരു ബേബിയുടെ ജനനം ആ ഫാമിലിയിലേക്ക് സന്തോഷം കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഏത് ഭാഗത്ത് യൂസ് ചെയ്യണം? BIRTH. ഇത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അടുത്ത നോക്കിക്കേ, we dash flour and milk to make cake. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലേ? മിൽക്കും ഫ്ലോറും വേണം കേക്ക് ഉണ്ടാക്കാൻ. ഏതാണ്? ഏത് നീഡ് വരും? ഈ നീഡ് ആവശ്യമുള്ള വേർഡാണ് ഇവിടെ വരുന്നത് അല്ലേ? അടുത്ത വാക്ക്, the great dash of the night served the kingdom. ഈ നേട്ടം രാജ്യത്തെ സേവ് ചെയ്തു, സംരക്ഷിച്ചു. അപ്പൊ ഏത് വരും? ഫീറ്റ് അടി വരുമോ? FEAT ഫീറ്റ് നേട്ടം വരുമോ? FEAT അല്ലേ? ഈ നേട്ടം രാജ്യത്തെ സംരക്ഷിച്ചു. അപ്പൊ ഈ നേട്ടം അർത്ഥം വരുന്ന വേർഡാണ് അവിടെ വരുന്നത് FEAT. അടുത്ത നോക്കിക്കേ, മൈ ടീച്ചർ
ടീച്ചേഴ്സ് ഡാഷ് ഹെൽപ്ഡ് മീ എ ലോട്ട് ഇൻ ഡിസൈഡിങ് മൈ കരിയർ. എന്റെ കരിയർ ഡിസൈഡ് ചെയ്യാനായിട്ട് എന്റെ ടീച്ചർമാർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത്. എന്തിലൂടെ? കൗൺസിൽ ഇല്ലേ, CUNSEL കൗൺസിൽ. ഉപദേശത്തിലൂടെയാണ് ടീച്ചർ എന്നെ പല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചത്. ഈ വേർഡാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡയറി എൻട്രിയുടെ വർക്ക് ബുക്കിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് പഠിപ്പിച്ചതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നോട്ട്സ് എഴുതി എടുക്കണം. ആ നോട്ട്സ് നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതുക. 2 നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്താണ്. ഓക്കെ എങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് മാത്സ് സ്റ്റഡി ചെയ്യാം. മാത്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്? റേഷ്യോ, പ്രപ്പോർഷൻ ആൻഡ് യൂണിറ്ററി മെത്തേഡ് അല്ലേ? നമ്മൾ റേഷ്യോ ഒക്കെ എന്താണ് പഠിച്ചു? A:B എന്ന് നമ്മൾ പറയുന്ന റേഷ്യോ അല്ലേ? അതിലെ A എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആന്റിസെഡന്റ് ആണെന്ന് പറഞ്ഞു. B എന്ന് പറഞ്ഞാല് സെക്കൻഡ് ടേം അല്ലെങ്കിൽ കോൺസിക്വന്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ? എങ്ങനെ എഴുതുന്നല്ലേ? A:B. അത് A എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആന്റിസെഡന്റ് എന്നും B എന്ന് പറഞ്ഞാൽ കോൺസിക്വന്റ് അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് ടേം എന്നും പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ഇക്വലന്റ് റേഷ്യോ എന്താണെന്ന് പഠിച്ചു. ഒരു റേഷ്യോനെ നമ്മൾ ഒരു സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ ഒരു സെയിം യൂണിറ്റും ഡിഫറെന്റ് യൂണിറ്റും വന്നാൽ അതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാ കാണുന്നത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തു. നമ്മളതിനെ കുറച്ച് കമ്പയർ ചെയ്ത് പഠിച്ചു. 2 റേഷ്യോ തന്നിരുന്നാൽ അത് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു ഇല്ലേ? അതിന്റെ 2 റേഷ്യോ ആദ്യം നോക്കിയിട്ട് അതിന്റെ LCM കണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് പഠിച്ചു. അതായത് if 2 ratios are equal we say that they are in proportion and use the symbol. ഈ ഒരു സിമ്പൽ നമ്മൾ യൂസ് ചെയ്യും. 2 റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ ഒരു സിമ്പലോ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ആ 2 റേഷ്യോ ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ABCD എന്ന് പറയുന്ന 4 നമ്പേഴ്സ് തന്നിരുന്നാൽ ABCD 4 നമ്പർ തന്നിരുന്നാല് അതിന്റെ റേഷ്യോ അതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ പറയുമ്പോൾ ഈ എയും ഡിയും എന്ന് പറഞ്ഞാല് അതിനെ നമ്മൾ എന്താണ് വിളിച്ചത്? ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം ഇല്ലേ? ഈ A, D എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേമിനെ നമ്മൾ എക്സ്ട്രീം ടേംസ് അല്ലെങ്കിൽ എക്സ്ട്രീംസ് എന്ന് പറയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് തേർഡ് വരുന്ന ആ 2 ടേംസിനെ നമ്മൾ മിഡിൽ ടേംസ് അല്ലെങ്കിൽ മീൻസ് എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു പ്രൊപ്പോർഷൻ പറയുമ്പോൾ A:D = B:C ആണ്. ആദ്യം നമ്മൾ A, D തമ്മിൽ ഇൻറ്റു ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം BA, CA ഇന്ത്യയുടെ ആൻസർ കണ്ടുപിടിക്കുക. 2 കിട്ടുന്ന ആൻസർ ഈക്വൽ ആണെങ്കിൽ സെയിം ആണെങ്കിൽ അത് എന്താണ്? 2 റേഷ്യോ പ്രൊപ്പോർഷനിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. 3 നമ്പേഴ്സ് പ്രൊപ്പോർഷന്റെ കാര്യം നമ്മൾ A, B, C തന്നിരുന്നാല് നമ്മൾ Aയും Bയും Bയും Cയും ആ ഒരു രീതിയിലായിരുന്നു നമ്മളുടെ റേഷ്യോ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. റേഷ്യോ പഠിച്ചു, പ്രൊപ്പോർഷൻ പഠിച്ചു. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പോലെ അടുത്ത് നമ്മൾ എന്താണ് യൂണിറ്ററി മെത്തേഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. The method in which first we find the value of 1 unit and then the value of required number of units is known as unitary method. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? യൂണിറ്ററി മെത്തേഡ് എന്ന് വെച്ചാല് ഈ മെത്തേഡിൽ നമ്മൾ ആദ്യം ഒരു വാല്യൂന്റെ ഒരു യൂണിറ്റിന്റെ 1 യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു റിക്വയർഡ് നമ്പർ യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഇൻ വിച്ച് ഫസ്റ്റ് വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 യൂണിറ്റ്. ആ ഒരു യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. then the value of required number unit. പിന്നെ നമുക്ക് ആ required number unitന്റെ വാല്യൂ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അടുത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ യൂണിറ്ററി മെത്തേഡിൽ നടക്കുന്നത്. The simple rules used in this method are ഈ ഒരു മെത്തേഡിൽ യൂണിറ്ററി മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന 2 സിമ്പിൾ റൂൾസ് ഉണ്ട്. അതായത് to get more we multiply. നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ റേഷ്യോ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുക. to get less കുറച്ചൊന്ന് കിട്ടിയാൽ മതി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്യും. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? If 15 oranges cost
₹70. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 39 ഓറഞ്ച്? അപ്പൊ നമുക്ക് ഇവിടെ 15 ഓറഞ്ചിന്റെ വില തന്നിട്ടുണ്ട് ഇല്ലേ? 15 ഓറഞ്ചിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ₹70 ആണ്, 70 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 39 ഓറഞ്ചിന്റെ വില നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ ഈ യൂണിറ്ററി മെത്തേഡ് നമ്മൾ ഇത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമുക്കറിയാം, കൂടുതൽ വേണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, കുറച്ച് വേണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമ്മൾ 39 ഓറഞ്ചിന്റെ വില നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. അപ്പൊ 15 ഓറഞ്ചിന്റെ വില എത്ര? 70. അപ്പം കോസ്റ്റ് ഓഫ് 50 ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ₹70 ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്, ഓരോ ഓറഞ്ചിന്റെ വില നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ ഓറഞ്ച് വില കുറവാണ് ഇല്ലേ? നമുക്ക് തന്നേക്കുന്നതിന് കുറവാണ് ഓരോ ഓറഞ്ച് എന്ന് പറഞ്ഞത്. 15നേക്കാളും കുറവാണ് 1. അപ്പൊ ഓരോ ഓറഞ്ചിന്റെ വില കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 70 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ മതി. കാരണം നമ്മൾ പറഞ്ഞു നമുക്ക് കുറച്ച് കിട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 15നേക്കാളും കുറവാണ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഓറഞ്ചിന്റെ വില കാണാൻ ഈ തന്നേക്കുന്ന വിലയിൽ നിന്ന് ആ 15 എന്ന് പറയുന്ന എണ്ണം ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് അതല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, 39 ഓറഞ്ചിന്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യും നോക്കിക്കേ. കോസ്റ്റ് ഓഫ് 39 ഓറഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? കൂടുതലാണ് നമുക്ക് കിട്ടേണ്ടത്. 15നേക്കാളും കൂടുതലാണ് 39. അപ്പൊ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ 39 എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 70 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 39. ഇതാണ് 70 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 39 ചെയ്താൽ മതി. ഓക്കെ, ഓരോ ഓറഞ്ചിന്റെ വില ചെയ്താൽ കണ്ടാൽ മതി. അതുണ്ടെങ്കിൽ നമുക്ക് ലെസ് ഓറഞ്ചിന്റെ വില കണ്ടാൽ മതിയെങ്കിൽ നമ്മൾ 70 ഡിവൈഡഡ് ബൈ 50 ചെയ്യുക. 39 ഓറഞ്ചിന്റെ വില ആയതുകൊണ്ട് തന്നെ 70 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 39 ചെയ്യണം. അപ്പൊ നമുക്ക് ₹182 ഇല്ലേ? 182 രൂപ എന്നുള്ള ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കണം. 70 ഡിവൈഡഡ് ബൈ 50 ചെയ്തിട്ട് അതിന്റെ 39 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും ₹182. അപ്പൊ 39 ഓറഞ്ചിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ₹182. ഇതെങ്ങനെ നമ്മൾ യൂണിറ്ററി മെത്തേഡിൽ എങ്ങനെ നമ്മൾ ചെയ്തത്? 2 റൂൾ ഉണ്ട്. നമുക്ക് കൂടുതൽ ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, കുറച്ച് കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ 15 ഓറഞ്ചിന്റെ വില തന്നേക്കുന്നു 70 എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓരോ ഓറഞ്ചിന്റെ വിലയാണെങ്കിൽ 15നേക്കാളും കുറച്ച് എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന വില ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 39 ഓറഞ്ചിന്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 70 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 39 ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് 182 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A truck runs 492 kilometer on 36 liter of diesel. How many kilometer can it run on 33 liter of diesel? അതായത് ഒരു ട്രക്ക് അല്ലേ? ഒരു ട്രക്ക് 492 കിലോമീറ്റർ ഓടുന്നു. 36 ലിറ്റർ ഡീസൽ ഉപയോഗിച്ചാണ് ആ എന്താണ് ട്രക്ക് 492 കിലോമീറ്റർ ഓടുന്നത്. 33 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് അത് എത്ര ദൂരം പോകും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 36 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് അത് എത്ര ദൂരം പോയി? 492 കിലോമീറ്റർ അത് ഓടി അല്ലേ? 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് അത് ഓടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 492 ഡിവൈഡഡ് ബൈ 36 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത് 1 കിലോമീറ്റർ ഓടിയേണ്ട 1 കിലോമീറ്ററിൽ 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിട്ട് ഓടിയ ദൂരം നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് 33 ലിറ്റർ ഉപയോഗിച്ചിട്ട് അത് എത്ര ദൂരം പോയെന്ന് നമ്മൾ അറിയണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 492 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു എത്ര ലിറ്റർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 33 ലിറ്റർ ഉപയോഗിച്ച് പോയ ദൂരം. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 451 നമുക്ക് 7 കിലോമീറ്റർ നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, നമുക്ക് തന്നിരുന്നത് 36 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് ആ ഒരു ട്രക്ക് 492 കിലോമീറ്റർ പോയി എന്നുള്ളതായിരുന്നു. അപ്പൊ 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ
ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 25 bags of wheat each weighing 50 kg cost ₹1000. Find the cost of 35 bags of wheat each weighing 40 kg. അതായത് 25 ബാഗ് അല്ലേ, അതായത് 50 കിലോ ഉള്ള 25 ബാഗ് ഗോതമ്പിന് നമുക്ക് 10,000 rupees ആണ്. അതുപോലെ 40 കിലോ ഉള്ള 35 ബാഗിന് എത്ര രൂപയാവും നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? 25, അതായത് 50 കിലോഗ്രാം ഉള്ള വെയിറ്റ് ഉള്ള 25 ബാഗ് ഗോതമ്പിന് നമുക്ക് 10,000 rupees ആണുള്ളത്. അതുപോലെ 35 ബാഗിന് 40 കിലോഗ്രാം വെയിറ്റ് ഉള്ള 35 ബാഗ് ഗോതമ്പിന് എത്ര രൂപ വരുമെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നോക്കിക്കേ, ടോട്ടൽ വെയിറ്റ് ഓഫ് 25 ബാഗ്സ് 50 കിലോഗ്രാം ഈച്ച്. അതായത് എത്രയാണ്? 50 കിലോ ഉള്ള 25 ബാഗ് അല്ലേ. 50 കിലോ ഉള്ള 25 ബാഗിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1250 കിലോഗ്രാം ആയിരിക്കും. അതുപോലെ അടുത്തത് 35 കിലോ നമ്മൾ പറഞ്ഞു അല്ലേ. 35 ബാഗ് എത്ര കിലോയാണ്? 40 കിലോയുള്ള 35 ബാഗിന്റെ വെയിറ്റ് എത്ര ആയിരിക്കും? നോക്കിക്കേ, 40 × 35 1400 കിലോ. 50 കിലോ ഉള്ള 25 ബാഗിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാല് 1250 കിലോഗ്രാം ആണ്. അതുപോലെ 35 കിലോ ഉള്ള 40 ബാഗ് ഗോതമ്പിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാല് 1400 കിലോഗ്രാം ആണ്. അപ്പം ഈ 1250 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആ ഗോതമ്പിന്റെ വിലയാണ് 10,000 എന്ന് പറയുന്നത് അല്ലേ. ഇത്രയുടെ വിലയാണ് 10,000 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രയും വെയിറ്റ് ഉള്ള ഗോതമ്പിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 1 കിലോഗ്രാമേ ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഈ 10,000-നെ 1250 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ പക്ഷെ എത്ര നമ്മൾ കണ്ടുപിടിക്കേണ്ടതുള്ളത്? നമ്മൾ കണ്ടുപിടിക്കുന്നത് 35 ബാഗ്, അതായത് മൊത്തം 1400 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആ ബാഗിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 10,000 ഡിവൈഡഡ് ബൈ 1250-നെ എന്ത് ചെയ്താൽ മതി? ഈ 1400 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. എളുപ്പമല്ലേ? ആദ്യം നമ്മള് ആ ബാഗിന്റെ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ വെയിറ്റിനെ എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാല് 11,200. ഓക്കെ, യൂണിറ്ററി മെത്തേഡ് വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ ചെയ്യുന്ന രീതി മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി 2-3 പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ എക്സസൈസ് 10C ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം കണ്ടോ എക്സസൈസ് 10D കണ്ടോ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് 92:150 ഇൻ എ സിംപ്ലസ്റ്റ് ഫോം. അതായത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എത്ര ആയിരിക്കും? അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ D ആണ്, 4:5. അതെങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ടീച്ചർ ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 57:51:85 ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 51 കണ്ടോ, നോക്കിക്കേ, 57:x = 51:85. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 51x = 57 × എത്രയാണ്? 85. x എന്ത് വരും? ഈ 57 × 85 ഡിവൈഡഡ് ബൈ 51 അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ ചെയ്താൽ എത്ര വരും? 95. അപ്പൊ എക്സിന്റെ വില ഇതിനെ ഇൻറ്റു ചെയ്ത് 51 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 95 ആൻസർ കിട്ടും. അപ്പൊ എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 95. അപ്പൊ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, if 25:35 = 45:x, then the value of x is. അതായത് ഇവിടെയും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എത്ര ആയിരിക്കും? ഓപ്ഷൻ എ 63 ആണ് നമ്മുടെ ആൻസർ.
അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, if 4:5 equal to x is to 35, then the value of x. ഇവിടെയും x ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി 28 ആണ്. നിങ്ങൾ അത് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, if a b c d are in proportion, then എങ്ങനെയായിരിക്കും? ac is equal to bd ആണോ, ad is equal to bc ആണോ, ab is equal to cd ആണോ, none of this ആണോ? ഏതാണ്? ad is equal to bc ആണല്ലേ. ad യും bc യും ആണ് നമ്മൾ ഇൻഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ad is equal to bc, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, if a b c are in proportion, a യും b യും c യും പഠിച്ചു അല്ലേ? മൂന്ന് നമ്പേഴ്സ് വന്നാൽ a യും b യും c യും പ്രൊപ്പോർഷനിലാണെങ്കിൽ എന്തായിരിക്കും? b square is equal to ac. ഇതിന്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് 5:8 ഗ്രേറ്റർ ദാൻ 3:4 ആണോ, 5:8 ലെസ് ദാൻ 3:4 ആണോ, ടു റേഷ്യോസ് കാനോട്ട് ബി കമ്പയർഡ്. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 5:8 ലെസ്സർ ദാൻ 3:4. അത് നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? നമ്മൾ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കണം. ലെസ്സാഗ് കാണുക, അതിനെ ഇൻറ്റു ചെയ്ത് നോക്കുക, ഏതാണോ വലുത് വരുന്നത് ഡിനോമിനേറ്റർ, അതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, if ₹760 is divided between A and B in the ratio 8:11, then B's share, Bയുടെ ഷെയർ കണ്ടുപിടിക്കുക. ആൻസർ ₹440, ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, two numbers are in the ratio 5:7 and the sum of these numbers is 252. The larger of these number is. അതായത് രണ്ട് നമ്പറിന്റെ റേഷ്യോ വന്നിരിക്കുന്നു 5 ഉം 7 ഉം. അതിലെ ആ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 252 ആണ്. അതിലെ ലാർജ് നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 147. അടുത്ത ക്വസ്റ്റ്യൻ, the sides of a triangle are in the ratio 1:3 and its perimeter is 90 cm. The length of its largest side. അതായത് ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ സൈഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3:5 ആണ്. അതിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ 90 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ ലെങ്ത്, അതായത് ലാർജസ്റ്റ് സൈഡിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻ ബി 50 സെന്റിമീറ്റർ ആണ് എന്റെ ആൻസർ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻസർ മാത്രമേ ടീച്ചർ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. CC ടെസ്റ്റ് പേപ്പർ എടുത്തേ. എടുത്തോ. അതിലാദ്യം ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഷ്യോ, ഓരോന്നിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ. 90 സെന്റിമീറ്റർ ടു 1.05 മീറ്റർ. അതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 90 ഡിവൈഡഡ് ബൈ 105. ഓക്കെ, എത്ര വരും? അതിന്റെ നമ്മള് HCF കണ്ടുപിടിക്കുക. 15 ആണ് HCF എന്ന് പറയുന്നത്, 90ന്റെയും 105ന്റെയും. അപ്പം 105 ഡിവൈഡ് ബൈ 50 ആണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ 6/7. അതിന് നമ്മൾ രീതിയിൽ എഴുതുമ്പോൾ 7:60. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? അത് നമ്മൾ 1.05. അതിന് നമ്മള് ഈ ഒരു രീതിയിലോട്ട് മാറ്റി, സെന്റിമീറ്റർ ആണ് വന്നിരുന്നത് അല്ലേ? മീറ്റർ ആണ്, അതിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് മാറ്റി 105 ആക്കി. പിന്നെ അതിന്റെ ഈ 90ന്റെയും 105ന്റെയും HCF കണ്ടുപിടിച്ചു. 15 ആണ്. ആ 15 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് 6/7 എന്ന് എഴുതുന്നു. ആ 6/7 നമ്മൾ എന്ത് ചെയ്യുക? ഈസ്റ്റു രീതിയിലോട്ട് എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ 6:7 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? മാർക്ക് അഗൈൻ ദ കറക്റ്റ് ആൻസർ. അപ്പൊ അതില് ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തരും. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇനി സെക്ഷൻ ബി നോക്കിക്കേ. മാർക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അല്ലെ നോക്കിക്കേ. Two numbers are in the ratio 3:5 and their sum is 96. The large number is. അതായത് 3:5 ആണ് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ. ആ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 96 ആണ്. അപ്പൊ നമ്മുടെ ലാർജർ നമ്പർ അതിൽ ഏതാണെന്നാണ്? ഓപ്ഷൻ സി 16. അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A car travel 288 km is 4 hours and a train travel 540 km in 6 hours. The ratio of their speed. അതായത് ഒരു കാർ 288 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് 288 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു.
ഒരു ട്രെയിൻ 6 മണിക്കൂർ കൊണ്ട് 540 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ ആ രണ്ടിന്റെയും സ്പീഡിന്റെ റേഷ്യോ നമ്മൾ എഴുതണം. എന്തായിരിക്കും? ഓപ്ഷൻ ബി 4:5 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The ratio 92:150 is in simplest form. അതായത് 92:150 എന്ന് പറയുന്ന ആ റേഷ്യോന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എഴുതാൻ നമുക്കറിയാം. അതിന് രണ്ടിന്റെ HCF കാണുക, അതിനെ ചെറുതാക്കി ഡിവൈഡ് ചെയ്യുക, ചെറുതാക്കുക, ഈസ്റ്റ് രൂപത്തിലോട്ട് എഴുതുക. അപ്പൊ അതിന്റെ ആൻസർ 95 എത്രയാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി 4:5 ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 13 ക്വസ്റ്റ്യൻ നോക്കിക്കേ. 57:x equal to 51:85. then the value of x. x ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 95 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 95. അടുത്ത ക്വസ്റ്റ്യൻ. 4:5 equal to x is to 45. then the value of x. ഇവിടെയും x ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക, ഹോംവർക്ക് ആയിട്ട് ചെയ്ത് അയച്ചു തരിക. x ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 36 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. if a b c are in proportion, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും സിയും പ്രൊപ്പോർഷനിലാണെങ്കിൽ അതിനെങ്ങനെ വരും? b square is equal to ac ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി b square is equal to ac. അടുത്ത ക്വസ്റ്റ്യൻ. 10 boys can dig a pitch in 12 hours. How long will 8 boys take to do it? അപ്പൊ 10 ആൺകുട്ടികൾ ചേർന്നിട്ട് ഒരു പിച്ചിന്റെ ആ ഒരു അത് കുഴിക്കുന്ന. അപ്പൊ അവിടെ എത്രയാണ്? 12 മണിക്കൂറാണ് അവർ എടുത്തത്. അപ്പൊ 8 ആൺകുട്ടികൾ ചേർന്നാൽ എത്ര മണിക്കൂർ വേണ്ടി വരും? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. in covering 148 kilometer a car consumes 8 liter of petrol. how many kilometers will it go in 10 liter of petrol? അപ്പം 8 ലിറ്റർ പെട്രോൾ 148 കിലോമീറ്റർ അവർ കൺസ്യൂം ചെയ്തു. അപ്പം 10 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് അവർ എത്ര കിലോമീറ്റർ എടുത്താണ്? അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 185 കിലോമീറ്റർ. ഓപ്ഷൻ ബി. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നമ്മൾ അത് ചെയ്തതാണ്. അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യത്തെ ആ ഒരു സ്ക്വയറിൽ വരുന്ന ആൻസർ 2 ആണ്. ഇങ്ങനെ ആൻസർ വരുന്നത് 40 divided by 21 equal to 2 divided by 3 equal to 6 divided by 9 ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 90 സെന്റിമീറ്റർ ഈസ് ടു 1.5 മീറ്റർ. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ 3:5 ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. 36 ഈസ് ടു 81 ഈക്വൽ ടു x ഈസ് ടു 63 then x. ഇവിടെ x ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. x എന്ന് വെച്ചാൽ 28 ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. 25, 36, x are in proportion. അതായത് 3 സംഖ്യയുടെ നമ്പേഴ്സ് വന്നു. 25ഉം 35ഉം x ഉം. അപ്പൊ നമ്മൾ x എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചതാ. ഇവിടെ x എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 49. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. if 9x, x 49 are in proportion. 4 നമ്പേഴ്സ് വന്നു. x ഉണ്ട്, 9 ഉണ്ട്, x ഉണ്ട്, 49 ഉണ്ട്. ഈ 4 നമ്പേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ x ന്റെ വില എത്രയാണ്? എത്ര? 20. ഓക്കെ, അടുത്ത നോക്കിക്കേ. ട്രൂ ഓർ ഫാൾസ് കണ്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ. 30, 40, 45, 60 are in proportion. 30, 40, 45, 60 പ്രൊപ്പോർഷനിലാണോ? അല്ലയോ? ആണോ? പ്രൊപ്പോർഷൻ ആണോ? ആണ്. ട്രൂ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 6:8 and 9:12 are equivalent ratios 3:4. 6:8ന്റെയും 9:12ന്റെയും ഇക്വലന്റ് റേഷ്യോ ആണ് 3:4 എന്ന് പറയുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. a dozen is to a score is to equal to 3. അത് ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 60p is to ₹3 equal to 1 is to 5. ആൻസർ ട്രൂ ആണോ ഫാൾസ് ആണോ? ആൻസർ ട്രൂ ആണ്. അപ്പൊ ആദ്യത്തെ ആൻസർ ട്രൂ, രണ്ടാമത്തെ ആൻസർ ട്രൂ, മൂന്നാമത്തെ ആൻസർ ഫാൾസ്, നാലാമത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ റേഷ്യോ പ്രൊപ്പോർഷൻ യൂണിറ്ററി മെത്തേഡ്. അപ്പൊ ഇതിന്റെ ഹോംവർക്ക് ടീച്ചർ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് ടീച്ചറിനെ അയച്ചു തരണം. പിന്നെന്താ, നിങ്ങൾ ഇത് തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒരുപാട് പ്രാവശ്യം ടീച്ചർ പറയുന്നതാണ്. കുറെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നിങ്ങൾ
വീട്ടിൽ ഇരുന്ന് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച് ഇംഗ്ലീഷിന്റെ നോട്ട്സും വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നോട്ട്സ് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യുക, പഠിക്കുക. മാത്സിന്റെയും ഹോംവർക്ക് ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.